ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നല്ല മനുഷ്യനാവുക എന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം അനുകമ്പയുള്ളവനാവുക, ആഴമുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നവരാവുക, അടുത്തറിയുന്നവരാകുക, നന്നായി മനസ്സിലാക്കുന്നവനാവുക. തെരഞ്ഞെടുപ്പും പറഞ്ഞയക്കലുമൊക്കെ സംഭവിക്കുന്നൊരു വചനഭാഗമാണ് നാം വായിക്കുന്നത്. ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെന്ന് അവർക്ക് നാമം കിട്ടുന്നുണ്ട്. സാധാരണ ജീവിത തലങ്ങളിൽ നിന്നും അസാധ്യമായതും അസാധാരണവുമായ കാര്യങ്ങളിലേക്ക് അവർ പറഞ്ഞയക്കപ്പെടുകയാണ്. കടന്നുപോകുന്ന വഴികളിൽ കാരുണ്യമുള്ളവരാവണം. പരിവരുത്ത ജീവിതങ്ങളിൽ അവർ കൃപ നിറഞ്ഞവരായി ജീവിക്കണം. നന്ദിയുള്ളവരും നന്മയുള്ളവരുമായി മാറണം. അവരുടെ പേരുകൾ കൃത്യമായി വചനത്തിൽ രൂപപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ വചനത്തിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഏറ്റവും സുന്ദരമായൊരു വാക്യം, ആ ജനത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി എന്നതാണ്. ഇന്നും അനുകമ്പ തോന്നുന്ന, അനുഗ്രഹം നൽകുന്ന ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. മനുഷ്യനെ നന്നായി തിരിച്ചറിയുന്നൊരു ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തുകയല്ലേ. നമ്മുടെ സങ്കടങ്ങളും നിരാശകളും കുറവുകളും പരിമിതികളും നന്നായി മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. വർഷങ്ങൾ ധാരാളം കഴിഞ്ഞിട്ടും ഇന്നും പലപ്പോഴും നഷ്ടപ്പെട്ടവരെ പോലെ, ഒന്നുമില്ലാത്തവരെ പോലെ, സഹായിക്കുവാനും സന്ദർശിക്കുവാനും ആളില്ലാത്തവരെ പോലെ, നയിക്കുവാനും നടത്തുവാനും നമുക്കാളില്ലാത്തതുപോലെ നമ്മുടെ ചിന്തകൾ വേദനിക്കുന്നുണ്ട്, മനസ്സ് പതറുന്നുണ്ട്. അങ്ങനെയുള്ള മനോഭാവങ്ങൾക്കൊരാശ്വാസത്തിൻ്റെ ദീപമാണ് തെളിയിക്കുന്നത്. നിങ്ങൾ എന്നും ശ്രദ്ധിക്കപ്പെടുന്നവരും നിങ്ങളുടെ മേൽ കരുതലും കരുണയുമുള്ളൊരു കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതും നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ കരം നൽകുവാനും കണ്ണുനീർ തുടയ്ക്കുവാനും കൂടെ ഒരാളുണ്ടാവുക എന്നത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് വാക്കുകൾ വേണമെന്ന് നിർബന്ധങ്ങളില്ല. എന്നാൽ ഒരാശ്വാസത്തിൻ്റെ ഒരൊറ്റ വാക്കിൽ നമ്മുടെ സങ്കടങ്ങൾ അലിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ, കണ്ണുനീർ നിലയ്ക്കാവുന്നതേ ഉള്ളൂ. കർത്താവ് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. ഇനി മറ്റൊന്നുകൂടി വചനത്തിൻ്റെ അവസാനം ഇങ്ങനെ വ്യക്തതയോടെ പറയുന്നു, ദാനമായി ലഭിച്ചതൊക്കെ ദാനമായി നൽകുവാൻ പരിശ്രമിക്കുക. ലാഭത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ജീവിത രീതികളാണ് നമ്മുടേത്. എന്തു കൊടുത്താലും തിരികെ കിട്ടണമെന്നും എന്തു ചെയ്താലും പ്രതിഫലം ആവശ്യമായി വരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നമുക്ക് വേണ്ടി മറ്റൊരു അർത്ഥവും തലവും ക്രിസ്തു വ്യാഖ്യാനിക്കുന്നു. ദാനമായി ലഭിച്ചു, ദാനമായി കൊടുക്കുക. ജീവിതം തന്നെ ഒരു ദാനമാണല്ലോ. സാന്നിധ്യം കൊണ്ടും സന്തോഷം കൊണ്ടും സാമീപ്യം കൊണ്ടും നമ്മുടെയൊക്കെ ജീവിതം ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുള്ളതും അനുഗ്രഹവുമായി തീരപ്പെടട്ടെ. അതിന് ക്രിസ്തു തന്നെയല്ലേ നമ്മുടെ മാതൃക. ജീവിതം വിട്ടുകൊടുക്കുവാൻ പഠിപ്പിച്ചവൻ വീണ്ടും നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കൊടുക്കുവാൻ സാധിക്കുന്ന നന്മകളെ കൊടുത്തിട്ട് കടന്നു പോകുവാൻ ഇടവരട്ടെ. വാശിയോടെ ജീവിച്ചിട്ടും വിജയിക്കുവാനുള്ള മത്സരങ്ങൾ നടത്തിയിട്ടും അവസാനം നാം പരാജയപ്പെട്ടു പോയാൽ എന്തു ഫലമാണുണ്ടാവുക? ആയതിനാൽ ലാളിത്യത്തിൻ്റെ ജീവിതം, കൃപ നിറഞ്ഞ ജീവിതം, കൃതജ്ഞതയുടെ ജീവിതം പരിപോഷിപ്പിക്കുവാൻ നമുക്കും സാധ്യമാവട്ടെ. അനുകമ്പയുള്ള മനുഷ്യനാവുക, ആഴത്തിൽ സ്നേഹമുള്ളവരാവുക, അടുത്തറിയുന്നവരാവുക. മറ്റൊരുവൻ്റെ കണ്ണുനീര് എൻ്റെതാണെന്ന് തോന്നുമ്പോൾ, മറ്റൊരുവൻ്റെ വേദന എൻ്റെതാണെന്നറിയുമ്പോൾ, മറ്റൊരുവൻ്റെ ഒറ്റപ്പെടൽ എൻ്റെതുപോലെയാണെന്ന് അനുഭവേദ്യമാകുന്നിടങ്ങളിലൊക്കെ ആരും തനിച്ചാകുവാനും സങ്കടപ്പെടുവാനും നിരാശപ്പെടുവാനും വിട്ടുകൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവുകയില്ല. അതുതന്നെയാണ് ഇന്നും ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നതും അരുളി ചെയ്യുന്നതും. അനുകമ്പ നമ്മളിലും നിറയപ്പെടട്ടെ. ആമീൻ.